പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ടൈപ്പിസ്റ്റിൻ്റെ എക്സാം, ടൈപ്പിസ്റ്റ് വേരിയസ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം എക്സാമുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആനുവൽ കലണ്ടറിൽ നമുക്ക് ഒക്ടോബറിലാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കതിൻ്റെ ഡേറ്റ് കൺഫർമേഷൻ വന്നിട്ടില്ല, കൺഫർമേഷൻ അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് ഡേറ്റിന് എക്സാം നടക്കും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, എല്ലാ പോസ്റ്റിനും ഒരേ സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയ ഒരു ടൈം ടേബിൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തയ്യാറാക്കിയിട്ടുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും മാക്സിമം എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 60 ദിവസത്തേക്കുള്ള ടൈം ടേബിളാണ്. അപ്പോൾ ഇതിൽ റിവിഷൻ അടക്കം വരുന്ന ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം 3 സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് GK ഉണ്ട്, GK എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്. അങ്ങനെ ഒരു ദിവസം ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് GK ആണെങ്കിൽ അടുത്ത ദിവസം മലയാളം, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് GK, അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 ദിവസത്തെയും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ, കറക്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനും വേണ്ടത്ര സമയം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം ചില പരിമിതികൾ ഉണ്ടാവാം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം. ഓക്കെ, ടൈം ടേബിൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ആദ്യത്തെ 3 ഡേയ്സത്തെ ടൈം ടേബിൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ദിവസം വരുന്നത് ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK. അതിൽ വരുന്ന ടോപ്പിക്കുകൾ: ആർട്ടിക്കിൾ, ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടാമത്തെ ദിവസം മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK, പദശുദ്ധി, ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, ചട്ടമ്പി സ്വാമി. പിന്നെ മൂന്നാമത്തെ ദിവസം ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK, ആർട്ടിക്കിൾ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, ശ്രീനാരായണ ഗുരു. ഇത് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ തന്നെ പിന്നെയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ദിവസം ഡേ 1, 2, 3 ഇതിൻ്റെ 3ൻ്റെയും റിവിഷനാണ് വരുന്നത്. അഞ്ചാമത്തെ ദിവസം മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK ആണ്. അതിൽ വാക്യശുദ്ധി, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, വാഗ്ബടാനന്ദ. ഈ പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ പഠിക്കാൻ കുറച്ചധികം സമയം വേണം. 3 ദിവസം നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ആറാമത്തെ ദിവസം ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK, പ്രിപ്പോസിഷൻ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, തൈക്കാട് അയ്യ. ഏഴാമത്തെ ദിവസം മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK. ഓക്കെ, പരിഭാഷ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, അയ്യ, വൈകുണ്ഠർ. ഇനി അടുത്ത ദിവസത്തെ 8ാമത്തെ ദിവസം റിവിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മുതൽ റിവിഷൻ ചെയ്യുക. 3 ദിവസം ആദ്യം നമ്മൾ റിവിഷൻ ചെയ്തല്ലോ, അതൊന്നുകൂടി ചെയ്യുക. അതുകൊണ്ട് 1ാമത്തെ ദിവസം തൊട്ട് 7ാമത്തെ ദിവസം വരെയാണ് റിവിഷൻ വരുന്നത്. ഇനി അടുത്ത 3 ദിവസത്തെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. 9ാമത്തെ ദിവസം ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK, ടെൻസസ്, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, പൊയ്കി ലോഹന്നൻ, കുമാരഗുരു. 10ാമത്തെ ദിവസം മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK, ഒറ്റപ്പദം, റോക്കർ മെക്കാനിസം, അയ്യങ്കാളി. പിന്നെ 11ാമത്തെ ദിവസം ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK, ടെൻസസ്, റോക്കർ മെക്കാനിസം, പണ്ഡിറ്റ് കറുപ്പൻ. പിന്നെ 12ാമത്തെ ദിവസം റിവിഷനാണ്, ഡേ 1 തൊട്ട് 11ാമത്തെ ദിവസം വരെ. 13, 14, 15ാമത്തെ ദിവസങ്ങളിലെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK, 13ാമത്തെ ദിവസം പര്യായം, ഡോഗ് ബ്ലോക്ക്, മന്നത്ത് പത്മനാഭൻ. 14ാമത്തെ ദിവസം ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK, ടെൻസസ്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, VT ഭട്ടതിരിപ്പാട്. 15ാമത്തെ ദിവസം മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, GK, വിപരീതപദം, ഒഫീഷ്യൽ അബ്രീവിയേഷൻ, ഡോക്ടർ പൽപ്പു. 16ാമത്തെ ദിവസം പിന്നെയും റിവിഷനാണ് വരുന്നത്. അത് ഡേ 1 തൊട്ട് 15ാം തീയതി വരെ, 15ാമത്തെ ദിവസം വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇനി 17, 18, 19 ദിവസത്തെ ടൈം ടേബിൾ നോക്കാം. ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ്, GK ആണ്. ക്ലോസസ്, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ. ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമാണ് തന്നിരിക്കുന്നത്. പിന്നെ കുമാരനാശാൻ,
18ാമത്തെ ദിവസം മലയാളം ടൈപ്പ് റൈറ്റിംഗ് GK, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, വക്കം മൗലവി. ഓക്കെ, ഇനി അടുത്ത ദിവസം 19ാമത്തെ ദിവസം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് GK, ഫ്രേസൽ വെർബ്സ്, സിമ്പിൾസ്, ബ്ലസ്ഡ് കുര്യാക്കോസ് ഇലിയാസ് ചാവർ. 20ാമത്തെ ദിവസത്തെ റിവിഷൻ എന്ന് പറയുന്നത് ഡേ 1 തൊട്ട് 19ാം തീയതി വരെ, 19ാമത്തെ ദിവസം വരെയുള്ള റിവിഷനാണ് വരുന്നത്. ഓക്കെ, ഇനി 21, 22, 23ാമത്തെ ദിവസം വരെയുള്ള ടൈം ടേബിൾ മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. 21ാമത്തെ ദിവസം സമാനപദം, ഇൻപുട്ട് ഡിവൈസസ്, ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്. അത് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ദിവസം നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് GKയിലെ ആ പാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 23ാമത്തെ ദിവസം മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK ചേർത്തെഴുതുക. ഹാർഡ്വെയർ, ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്. ഇനി 24ാമത്തെ ദിവസം പിന്നെയും റിവിഷനാണ് ഡേ 1 തൊട്ട് 23 വരെ. 25, 26, 27 ദിവസങ്ങളിൽ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. 25ാമത്തെ ദിവസം ചേഞ്ച് ഓഫ് വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, പിന്നെ സോഫ്റ്റ്വെയർ, ഡെമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലിവിയേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിങ്. അത് കുറച്ച് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചധികം ദിവസം നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അടുത്ത ദിവസം 26ാമത്തെ ദിവസം മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, സ്ത്രീലിംഗം, പുല്ലിംഗം, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഡെമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലിവിയേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിങ് എക്സെട്ര. ഓക്കെ, 27ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, റിപ്പോർട്ടഡ് സ്പീച്ച്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഡെമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലിവിയേഷൻ, പിന്നെ എക്കണോമി ആൻഡ് പ്ലാനിങ്. 28ാമത്തെ ദിവസം റിവിഷനാണ് വരുന്നത് ഡേ 1 തൊട്ട് 27 വരെ. 29, 30, 31, 32 4 ദിവസമാണ് ഒരുമിച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് റിവിഷൻ വരുന്നത്. ഓക്കെ, 29ാമത്തെ ദിവസം മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, വചനം, ഇമെയിൽ, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, ഡെമോഗ്രഫി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലിവിയേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിങ് എക്സെട്ര. ഓക്കെ, 30ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, റിപ്പോർട്ടഡ് സ്പീച്ച്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. ഓക്കെ, അത് ഇതുപോലെ കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് 31ാമത്തെ ദിവസം മലയാളം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, പിരിച്ചെഴുതുകൾ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK 32ാമത്തെ ദിവസം സ്പെൽ ചെക്ക്, യൂണിക്കോഡ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി 33ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 32 വരെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 ദിവസം കൂടുമ്പോൾ ആദ്യം റിവിഷൻ തന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം 4 ദിവസം ഇടയ്ക്ക് അങ്ങനെ വരുന്നത്. ഇതുപോലെ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നിലധികം തവണ ആ ടോപ്പിക്ക് പഠിച്ചാലും മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നിലധികം തവണ റിവിഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിൽ നിൽക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ദിവസം 34ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, ഘടകപദം, വാക്യം ചേർത്തെഴുതുക, വെബ്സൈറ്റ്സ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. 35ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, കോംപ്രിഹെൻഷൻ പാസേജ്, വിൻഡോസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. ഇതിൽ ഈ കോംപ്രിഹെൻഷൻ പാസേജ് കുറച്ചധികം ദിവസം അല്ലെങ്കിൽ കുറച്ചധികം ടോപ്പിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ദിവസം തന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പാസേജ് തരും, ആ പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഒന്നില്ലെങ്കിൽ ചിലപ്പം സിനോണിംസ്, ആൻറ്റോണിംസ് കണ്ടുപിടിക്കാനായിരിക്കും, അങ്ങനെയുള്ള വൊക്കാബുലറി ആയിരിക്കും, ഇല്ലെങ്കിൽ അതിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇനി 36ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK, കോംപ്രിഹെൻഷൻ പാസേജ്, MS വേർഡ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പീരിയഡ് ഫ്രം 1857 to 1947, നാഷണൽ മൂവ്മെൻറ്റ്. റിവിഷൻ 37ാമത്തെ ദിവസം ഡേ 1 തൊട്ട് 36 ദിവസം വരെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇനി 38, 39, 40 ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK,
കോംപ്രിഹെൻഷൻ പാസേജ് തന്നെയാണ് വരുന്നത്. MS വേർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പീരീഡ് ഫ്രം 1857 to 1947 നാഷണൽ മൂവ്മെൻറ്റ്. ഇതിൽ നമുക്ക് ഈ MS വേർഡാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് എക്സലും പവർ പോയിൻറ്റും അത്രത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം ദിവസം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു യുക്തിക്കനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാനത് കറക്റ്റ് ഓരോ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടില്ല. ആ ഒരു ഇത് മാത്രം ടോപ്പിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആ ഇതിന്ന് അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു PDF അതായത് ഡീറ്റെയിൽഡ് സിലബസിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കാം. 39ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. അതിൽ MS വേർഡ് എഡിറ്റിംഗ് 5 ഇയർ പ്ലാൻസ്. 40ാമത്തെ ദിവസവും സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 41ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 40 വരെ. അടുത്ത 42ാമത്തെ ദിവസം വരുന്നത് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK ആണ്. MS വേർഡ് എഡിറ്റിംഗ് 5 ഇയർ പ്ലാൻസ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മലയാളം ടോപ്പിക്കുകളില്ല. കാരണം എന്താ വെച്ചാൽ മലയാളം ടോപ്പിക്കുകൾ കുറവാണ്. ഇതിനെ ഇംഗ്ലീഷിനെ കമ്പയർ ചെയ്യുമ്പോൾ മലയാളം ടോപ്പിക് കുറവായതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളം കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം. ഓക്കെ, പഠിക്കുന്നതിൽ തെറ്റില്ല. 43ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. MS വേർഡ് ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫെയർസ് ഫാക്ട്സ് അബൌട്ട് കേരള. 44ാമത്തെ ദിവസം സെയിം ടോപ്പിക്കാണ് വരുന്നത്. ഇനി 45ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 44 വരെ. ഓക്കെ, ഇനി 46ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. MS വേർഡ് ഇംഗ്ലീഷ് ഇൻ ഡേ ടു ഡേ അഫെയർസ് ഫാക്ട്സ് അബൌട്ട് കേരള. 47ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. MS വേർഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഫാക്ട്സ് അബൌട്ട് കേരള. 48ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK ആണ്. MS വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ ഫാക്ട്സ് അബൌട്ട് കേരള. ഇനി 49ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 48 വരെ. 50ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK ആണ്. അതിൽ MS വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ കറണ്ട് അഫെയർസ്. ഓക്കെ, കറണ്ട് അഫെയർസ് ഞാൻ ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ GK ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ കറണ്ട് അഫെയർസ് പഠിച്ചാൽ മതി. ഓക്കെ, കറണ്ട് അഫെയർസ് നമുക്ക് ആ എക്സാമിനോട് അടുപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ. പിന്നെ ചില എക്സാമുകൾക്ക് തീരെ ചോദിക്കാറുമില്ല. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിലിത് ഞാൻ പറഞ്ഞ പോലെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഇനി 51ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് MS എക്സൽ കറണ്ട് അഫെയർസ്. 52ാമത്തെ ദിവസം സെയിം ടോപ്പിക്കാണ് റിപ്പീറ്റ്. ഓക്കെ, ഇനി 53ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 52ാമത്തെ ദിവസം വരെ. ഇനി 54ാമത്തെ ദിവസം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ MS എക്സൽ കറണ്ട് അഫെയർസ്. 55ാമത്തെ ദിവസവും സെയിം തന്നെയാണ്. ഓക്കെ, അതന്നെ റിപ്പീറ്റ് ആണ്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതോട് കൂടിയിട്ട് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 56ാമത്തെ ദിവസം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. MS എക്സൽ കറണ്ട് അഫെയർസ് ആണ്. ഇനി 57ാമത്തെ ദിവസം റിവിഷനാണ് ഡേ 1 തൊട്ട് 56 വരെ. ഓക്കെ, 58ാമത്തെ ദിവസം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് GK. ബാക്കിയുള്ള 3 ദിവസവും സെയിം ടോപ്പിക്കാണ് MS പവർ പോയിൻറ്റ് കറണ്ട് അഫെയർസ്. ഓക്കെ, ഇതിൽ ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാവാം. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റിയ ഒരു ടൈം ടേബിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു റൂമിൽ ഈ ടൈം ടേബിൾ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.